സാർവദേശീയ വനിതാ ദിനാചരണത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായി നമ്മുടെ ഈ യോഗസ്ഥലം ഇതുപോലെ നിറഞ്ഞു കാണാറില്ല. കാരണം കോവിഡിൻ്റെ സാഹചര്യമായിരുന്നല്ലോ. ഏതായാലും കോവിഡിന് കുറവ് വന്നിട്ടുണ്ട്. നമ്മുടെ സാർവദേശീയ വനിതാ ദിനാചരണമായതുകൊണ്ട് ഇന്നത്തെ ദിനത്തിൽ പങ്കെടുക്കുക എന്നത് പ്രധാനമായി കണക്കാക്കിയതിൻ്റെ ഭാഗമായി നല്ല പങ്കാളിത്തമാണ് ഇന്ന് ഈ പരിപാടിയിൽ ഉണ്ടായിരിക്കുന്നത്. ഇത്തവണ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന് ഐക്യരാഷ്ട്രസഭ തിരഞ്ഞെടുത്ത മുദ്രാവാചകം ജെൻഡർ ഇക്വാലിറ്റി ടുഡേ ഫോർ എ സസ്റ്റൈനബിൾ ടുമാറോ, സുസ്ഥിര നാളേക്കായി ലിംഗസമത്വം ഇന്നേ. നമ്മുടെ ഭാവി സുസ്ഥിരമാകണമെങ്കിൽ ലിംഗസമത്വം ഉണ്ടായേ തീരൂ എന്ന ചിന്തക്കാണ് ഇത്തവണത്തെ വനിതാ ദിനം അടിവരയിടുന്നത്. സാമൂഹ്യനീതി അധിഷ്ഠിതമായ സുസ്ഥിര വികസനം എന്ന കാഴ്ചപ്പാടാണ് കേരളത്തിൽ സർക്കാർ മുറുകെ പിടിക്കുന്നത്. നമ്മുടെ നവകേരള സങ്കല്പത്തിൻ്റെ അടിസ്ഥാനം തന്നെ അതാണ്. അപ്പോൾ ഇത്തവണത്തെ വനിതാദിന ചിന്താവിഷയം നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമാവുന്ന ഒന്നാണ്. അത് നമ്മുടെ കാഴ്ചപ്പാടിനോട് പൂർണ്ണമായും ചേർന്ന് നിൽക്കുന്നുവെന്നത് തന്നെയാണ് പ്രത്യേകത. തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടി സ്ത്രീകൾ നടത്തിയ പോരാട്ടത്തെയാണ് മാർച്ച് 8 ഓർമ്മിപ്പിക്കുന്നത്. അതിൻ്റെ തുടക്കം ഓർക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. 1908 അമേരിക്കയിലെ തുണി വ്യവസായ മേഖലയിലെ സ്ത്രീകളായ തൊഴിലാളികൾ മെച്ചപ്പെട്ട കൂലിക്കും വോട്ടവകാശത്തിനും വേണ്ടി സമരം ചെയ്തിരുന്നു. അതിൻ്റെ സ്മരണാർത്ഥം അമേരിക്കൻ സോഷ്യലിസ്റ്റ് പാർട്ടി 1909 ഫെബ്രുവരി 28 വനിതാ ദിനമായി തീരുമാനിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് 1910 ഡെൻമാർക്കിലെ കോപ്പൻഹേഗനിൽ വെച്ച് ലോകത്തെ ആദ്യത്തെ വനിതാ സാർവദേശീയ സമ്മേളനം ചേർന്നു. അക്കാലത്ത് സോഷ്യലിസ്റ്റും പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് നേതാവുമായി മാറിയ ക്ലാര സെത്കിനാണ് ആ സമ്മേളനത്തിൽ സാർവദേശീയ വനിതാ ദിനമെന്ന ആശയം മുന്നോട്ട് വച്ചത്. അതിൻ്റെ ഫലമായി സ്ത്രീകൾക്ക് തുല്യതയും വോട്ടവകാശവും എന്ന മുദ്രാവാക്യം ഏറ്റെടുക്കപ്പെട്ടു. 1911 ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഓസ്ട്രിയ, ഡെൻമാർക്ക്, ജർമ്മനി, സ്വിറ്റ്സർലാൻഡ് ഇത്രയും രാജ്യങ്ങൾ
വനിതാ ദിനം ആചരിച്ചു. 1913 റഷ്യയിൽ വനിതാ ദിനം ആചരിക്കപ്പെട്ടു. 1914 ആയതോടെ കൂടുതൽ രാജ്യങ്ങൾ മാർച്ച് 8 വനിതാ ദിനമായി ആചരിക്കാൻ തുടങ്ങി. 1917 ഒക്ടോബർ വിപ്ലവത്തെ തുടർന്ന് സോവിയറ്റ് യൂണിയനിൽ വനിതാ ദിനം ദേശീയ അവധിയായി പ്രഖ്യാപിക്കപ്പെട്ടു. ഇങ്ങനെ നോക്കിയാൽ തൊഴിലാളി വർഗത്തിൻ്റെ അവകാശ പോരാട്ടങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ചരിത്രമാണ് സാർവദേശീയ വനിതാ ദിനത്തിനുള്ളത്. ഇന്നത്തെ കാലത്ത് പല വിഷയങ്ങൾ മുൻനിർത്തി വനിതാ ദിനം ആചരിക്കുമ്പോൾ ഇതിൻ്റെ ആരംഭോദ്ദേശം മറന്നു പോകാതിരിക്കുന്നത് നല്ലതാണ്. അതിൻ്റെ ചരിത്രവും രാഷ്ട്രീയ ഉള്ളടക്കവും ചോർത്തിക്കളഞ്ഞുകൊണ്ടായിക്കൂടാ നമ്മുടെ വനിതാ ദിനാചരണം. 1975 ഐക്യരാഷ്ട്ര സംഘടന മാർച്ച് 8 സാർവദേശീയ വനിതാ ദിനമായി പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ 47 വർഷമായി ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ വിവിധ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് വനിതാ ദിനം ആചരിച്ചു വരുന്നത്. ആ മുദ്രാവാക്യങ്ങൾ ഓരോന്നും സ്ത്രീകളുടെ അവകാശങ്ങളും വിമോചനവും ശാക്തീകരണവുമൊക്കെയായി ബന്ധപ്പെട്ടവയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തവണത്തെ വനിതാ ദിന ചിന്താവിഷയം രൂപപ്പെടുത്തിയിട്ടുള്ളത്. ലോകത്താകെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളിലും മറ്റും ഏറെ കഷ്ടത അനുഭവിക്കേണ്ടി വരുന്നത് സ്ത്രീകളാണ്. അവരുടെ ജീവനും ജീവനോപാധികൾക്കും വലിയ വെല്ലുവിളി ഉയരുന്നു. അതുകൊണ്ട് തന്നെ അതിനെ അതിജീവിക്കാനായി നടത്തുന്ന പ്രവർത്തനങ്ങളിൽ സ്ത്രീകളുടെ നേതൃത്വപരമായ പങ്കാളിത്തം ഉറപ്പാകേണ്ടതുണ്ട്. ഈ വർഷത്തെ വനിതാ ദിന ചിന്താവിഷയം ഗൗരവത്തോടെ പഠിച്ചാൽ ഇത്തരത്തിലുള്ള സമീപനങ്ങളാണ് നാം ഉൾക്കൊള്ളേണ്ടത് എന്ന് വ്യക്തമാകും. സ്ത്രീകളെ കമ്പോള ചരക്കുകളായി തരംതാഴ്ത്തി കാണുന്ന സംസ്കാരരഹിത സമീപനങ്ങളെ ഇല്ലാതാക്കുക, ഇത് ലിംഗസമത്വം ഉറപ്പുവരുത്തുന്നതിൽ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. കേരളത്തിൽ സ്ത്രീകളെ കമ്പോളീകരിക്കുന്ന ഏറ്റവും ദുഷിച്ച ഏർപ്പാട് സ്ത്രീധനമാണ്. അതിനെ അറുതി വരുത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. സ്ത്രീധനത്തിനെതിരെയുള്ള പരാതികളിൽ ശക്തമായ നടപടി ഉറപ്പുവരുത്തുകയാണ്. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പരാതികൾ റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള പോർട്ടൽ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. വ്യക്തികൾക്കോ പൊതുജനങ്ങൾക്കോ സംഘടനകൾക്കോ ഒക്കെ പരാതി സമർപ്പിക്കാവുന്നതാണ്.
ഈ പോർട്ടലിലൂടെ ജില്ലാ സ്ത്രീധന നിരോധന ഓഫീസർക്ക് ലഭിക്കുന്ന പരാതിയിന്മേൽ തുടർ നടപടിക്കായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകാനും കഴിയും. പരാതി തീർപ്പാക്കുന്നതിൻ്റെ പുരോഗതി മുഖ്യ സ്ത്രീധന നിരോധന ഓഫീസർക്ക് പോർട്ടലിലൂടെ വിലയിരുത്താനുമാകും. ലിംഗസമത്വം കൈവരിക്കാൻ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും അവകാശങ്ങളെക്കുറിച്ചും കുടുംബ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചുമൊക്കെ കുടുംബസ്ഥരായവർക്ക് അവബോധം നൽകേണ്ടതുണ്ട്. തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്ത്രീകൾക്കും സ്ത്രീകളോട് എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ച് പുരുഷന്മാർക്കും കൃത്യമായ ബോധമുണ്ടാവണം. അതിനുതകുന്ന വിവാഹപൂർവ കൗൺസിലിംഗ് ഇന്നിവിടെ ഒരു പദ്ധതിയായി ആരംഭിക്കുകയാണ്. വിവാഹശേഷം സ്ത്രീകൾ എങ്ങനെയായിരിക്കണം, എങ്ങനെയായിരിക്കരുത് എന്നൊക്കെ ഒരുപാട് പുരുഷ കേന്ദ്രീകൃതമായ തെറ്റായ ധാരണകൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായുള്ള ഗാർഹിക അതിക്രമങ്ങളും ഉണ്ടാകാറുണ്ട്. ഇതിനെതിരെ കുടുംബങ്ങൾക്കകത്ത് തന്നെ കൃത്യമായ ബോധവൽക്കരണം ഉണ്ടാകണം. അതിന് സഹായകരമായ വിധത്തിലാണ് വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പ്രാദേശിക ഘടകങ്ങൾ വഴിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയും പ്രീ ആൻഡ് പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗ് പ്രോഗ്രാമിൻ്റെ ട്രെയിനിങ് മൊഡ്യൂൾ തയ്യാറാക്കിയിരിക്കുന്നു. ലിംഗസമത്വത്തെക്കുറിച്ച് അവബോധം കുട്ടികൾക്ക് ചെറുപ്രായം മുതൽ തന്നെ മനസ്സിലാക്കി കൊടുക്കാനാവണം. സമത്വാധിഷ്ഠിത ബോധം കുട്ടികളിൽ സൃഷ്ടിക്കാൻ കഴിയണം. നമ്മുടെ പാഠപുസ്തകങ്ങളും വിദ്യാലയങ്ങളും അതിനുതകുന്ന ജെൻഡർ ന്യൂട്രൽ കാഴ്ചപ്പാടുള്ളവയാണോ എന്നതിനെക്കുറിച്ച് പരിശോധന നടത്തേണ്ട ഘട്ടം കൂടിയാണ്. അംഗൻവാടികളിൽ ഉപയോഗിച്ചു വരുന്ന പഠന സാമഗ്രികൾ ജെൻഡർ ഓഡിറ്റിന് വിധേയമാക്കിയിരിക്കുന്നു. സ്ത്രീവിരുദ്ധതയുടെ അംശങ്ങൾ പോലും അതിലില്ല എന്നുറപ്പുവരുത്താൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിഷ്കരിച്ച അങ്കണപ്പൂമഴ എന്ന വർക്ക് ബുക്കിൻ്റെ പ്രകാശനവും ഇന്നിവിടെ നടക്കുകയാണ്. അത് അച്ചടിച്ച് അംഗൻവാടികളിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ കുട്ടികളെ സമത്വ ചിന്തയോടെ വളർത്തിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് അംഗൻവാടികളിലൂടെ രൂപം നൽകുക എന്നുകൂടിയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പൊതുവായ സാമൂഹ്യക്ഷേമ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ തന്നെ ചരിത്രപരമായ കാരണങ്ങളാൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കായി പ്രത്യേക പദ്ധതികൾ സർക്കാർ ആവിഷ്കരിക്കുന്നുണ്ട്. അത്തരത്തിലൊന്നാണ് ഇന്നിവിടെ പ്രഖ്യാപിക്കപ്പെടുന്ന പെൺറിയ കൂട്ട പദ്ധതി. അട്ടപ്പാടിയിലെ ആദിവാസി ജനവിഭാഗങ്ങളുടെ ആരോഗ്യ പോഷണ നിലവാരം ഉയർത്താനായി ജീവിതശൈലിയിലുണ്ടാകേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ച്
ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്. അതിനായി അംഗൻവാടി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പെൺറിയ കൂട്ട ഗ്രൂപ്പുകൾ രൂപീകരിക്കുന്നതിനാണ് ഈ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. കുട്ടികളുടെയും സ്ത്രീകളുടെയും പോഷണ നിലവാരം ഉയർത്തുക, രോഗചികിത്സക്കായി സമയബന്ധിതമായി ആശുപത്രിയിൽ പോവുക, ഇത്തരം കാര്യങ്ങൾക്ക് ഈ കൂട്ടായ്മയിലൂടെ ആദിവാസികളെ ബോധവൽക്കരിക്കാനാകും. ആരോഗ്യ നിലവാരം കുറക്കുന്ന അനാചാരങ്ങൾ, ജീവിതശൈലി ഇവയെല്ലാം മാറ്റുന്നതിനും ലഹരി ഉപയോഗം തടയുന്നതിനുമായി പ്രത്യേക ബോധവൽക്കരണ പരിപാടികളും ഇതിൻ്റെ ഭാഗമായി നടക്കും. ഈ പ്രവർത്തനത്തിലൂടെ മികച്ച നേട്ടം കൈവരിക്കുന്ന ഊരുകൾക്ക് പെൺറിയ കൂട്ടങ്ങൾ വഴി പ്രോത്സാഹന സമ്മാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം അതിക്രമങ്ങളെ ചെറുത്തു നിൽക്കാൻ മാനസികവും ശാരീരികവുമായി പെൺകുട്ടികളെ സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെ ധീര എന്ന പദ്ധതി ഇന്നിവിടെ പ്രഖ്യാപിക്കുകയാണ്. 10 മുതൽ 15 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് നിർഭയ സെൽ മുഖാന്തരം ആയോധന കലകൾ അഭ്യസിപ്പിക്കാനാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. 2022 ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച് 2023 ജനുവരിയോടെ 10 മാസങ്ങൾ കൊണ്ട് പദ്ധതി പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 14 ജില്ലകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട 3 വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെയും ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ, ജില്ലാ വനിതാ സംരക്ഷണ ഓഫീസർ, ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ എന്നിവരുടെ നേതൃത്വത്തിൽ കൗമാര ക്ലബ്ബുകൾ വഴി താൽപ്പര്യമുള്ള കുട്ടികളെ തിരഞ്ഞെടുത്ത് പരിശീലനം നൽകുകയാണ് ചെയ്യുക. അങ്ങനെ അതിക്രമങ്ങളെ ചെറുക്കുന്നതിന്, കുട്ടികളെ സ്വയം പര്യാപ്തമാക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ സമൂഹത്തിൽ അടിഞ്ഞുകിടക്കുന്ന സ്ത്രീവിരുദ്ധമായ എല്ലാ ഘടകങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ട് വേണം നമുക്ക് മുന്നേറാൻ. വിദ്യാഭ്യാസ രംഗത്താകട്ടെ, തൊഴിൽ രംഗത്താകട്ടെ, മതാചാരങ്ങളിലാകട്ടെ, ഭരണനിർവഹണത്തിലാകട്ടെ, എല്ലാ രംഗങ്ങളിലും ഇതിനനുസൃതമായ ഇടപെടലുകൾ ആവശ്യമാണ്. നാം ഒരു വൈജ്ഞാനിക സമൂഹത്തിലേക്ക് മാറുന്നതിനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസം സിദ്ധിച്ച സ്ത്രീകൾ പലരും തൊഴിൽ മേഖലയിലേക്ക് കടന്നു വരാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. തൊഴിൽ സേനയുടെ ഭാഗമായി കൂടുതൽ പേർ കടന്നു വരുന്നതിനുള്ള പ്രവർത്തനം ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. തൊഴിൽ സേനക്കകത്ത് ഏതെങ്കിലും തരത്തിലുള്ള വിവേചനങ്ങൾ, ലിംഗവിവേചനം, സ്ത്രീകൾക്ക് കുറഞ്ഞ വരുമാനം, കൂലി, അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങൾ വേണ്ടത്ര ഇല്ലാതിരിക്കുക, അത്തരം വിവേചനങ്ങൾ എവിടെയുണ്ടായാലും അതിൽ സർക്കാർ ഇടപെടുക തന്നെ ചെയ്യും. ഇവിടെ സ്ത്രീ മുന്നേറ്റം ലക്ഷ്യം വെച്ചുള്ള നിരവധി പ്രവർത്തനങ്ങൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കിയിട്ടുണ്ട്.
ഞാനതിൻ്റെ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. വനിതാ വികസനത്തിന് പുതിയ വകുപ്പും ഡയറക്ടറേറ്റും രൂപീകരിച്ചത്, വനിതാ ഹെൽപ്പ് ലൈൻ ഏർപ്പെടുത്തിയത്, അസംഘടിത തൊഴിലാളി ക്ഷേമനിധിയിൽ ഗാർഹിക തൊഴിലിലേർപ്പെടുന്നവർക്ക് വനിതകളെ ഉൾപ്പെടുത്തിയത്, ഓരോ വകുപ്പിലും ഓഫീസിലും ജെൻഡർ ഓഡിറ്റിംഗ് നടത്തി പൊതുവിടം എൻ്റേതും, സധൈര്യം മുന്നോട്ട്, സ്ത്രീ സൗഹൃദ ഗ്രാമം, സഖി, സഹായഹസ്തം, കൈത്താങ്ങ്, സ്നേഹിത, ശ്രദ്ധ, ആശ്വാസനിധി, ഇങ്ങനെ നിരവധി പദ്ധതികളാണ് സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യം വെച്ച് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ചത്. സ്ത്രീ ശാക്തീകരണത്തിനായി പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ തന്നെ അതിനുതകുന്ന സാമൂഹ്യ അവബോധം വളർത്തിയെടുക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ശാക്തീകരണം, സാമൂഹ്യ സേവനം, കായികം, ഇങ്ങനെ വിവിധ മേഖലകളിൽ സ്തുത്യർഹമായ നേട്ടങ്ങൾ കൈവരിച്ചും വിദ്യാഭ്യാസ, ശാസ്ത്ര, സാങ്കേതിക മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചും പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് ജീവിത വിജയം കരസ്ഥമാക്കിയും വനിതാരത്ന പുരസ്കാരത്തിന് അർഹരായ എല്ലാവരെയും ഹാർദമായി അനുമോദിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും നാടിനാകെ മാതൃകയും പ്രചോദനവുമാണ്. കൂടുതൽ ഉയർച്ചകൾ കൈവരിക്കാനുള്ള ഊർജമാകട്ടെ ഈ പുരസ്കാര ലബ്ധി. മികച്ച അംഗൻവാടികൾക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയ എല്ലാ അംഗൻവാടികളെയും മാതൃകാപരമായ സേവനങ്ങൾ കാഴ്ചവെച്ച് ICDS അവാർഡിനർഹരായ അംഗൻവാടി വർക്കർ, ഹെൽപ്പർ, സൂപ്പർവൈസർ, ശിശുവികസന പദ്ധതി ഓഫീസർ, പ്രോഗ്രാം ഓഫീസർ, ജില്ലാ കലക്ടർ എല്ലാവരെയും ഹാർദമായി അഭിനന്ദിക്കുന്നു. തുടർന്നും മികച്ച പ്രവർത്തനം നടത്താനുള്ള പ്രചോദനമായി ഈ അംഗീകാരം മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അന്തർദേശീയ വനിതാ ദിനാചരണത്തിൻ്റെ ഭാഗമായുള്ള നേരത്തെ പ്രസ്താവിച്ച എല്ലാ പദ്ധതികളും വളരെ സന്തോഷത്തോടെ നാടിന് സമർപ്പിച്ചതായി അറിയിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം.